ഇതാരാന്നറിയില്ലേ? ടപ്സി പൊന്നു. ഓ ടപ്സി പൊന്നു. വേറെന്തോ മതങ്ങൾ ഇംഗ്ലീഷിലാക്കിയതാണോ? ബോളിവുഡ് ആക്ട്രസ്. ഞാൻ പറഞ്ഞ തപ്സി പൊണ്ണു. പൊണ്ണ് പൊണ്ണ്. അവരുടെ ഫുൾ നെയിം ഇനി അങ്ങനെയായി അറിയില്ല എന്ന് പറഞ്ഞാൽ മോശല്ലേ? ഇങ്ങനെയൊക്കെ ആയിരിക്കും ദിവ്യയെ കളിപ്പിക്കുന്നത്. പൊന്നേന്ന് വിളിക്കുമ്പോഴത്തേക്ക് അല്ല പൊണ്ണ്. അതെ. ഈ ഉടുപ്പിന് ഒരു പ്രത്യേകത. ശരിക്കും നോക്ക്. ഉടുപ്പ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നോക്ക്. സെലക്ട് ചെയ്ത ആള് ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. വാങ്ങിച്ചു കൊടുത്ത ആള് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തു. ആണോ? ചെകഞ്ഞെടുത്ത് വാങ്ങിച്ചു കൊടുത്ത ആള്. സ്വന്തമായിട്ട് ചെകഞ്ഞെടുത്ത് വാങ്ങിക്കൊടുത്ത ആള്. ഓ, അത്രയ്ക്കും കഷ്ടപ്പെട്ടോ മീനുട്ടി? മീനുട്ടി അത്രയും കഷ്ടപ്പെട്ടോ? മനസ്സിലായി. അടിപൊളി. ഇത് നമ്മൾ ചരിത്രത്തിൽ ചില കാര്യങ്ങളൊക്കെ കുറിച്ചിടുമല്ലോ, ചില സ്റ്റോണിലൊക്കെ എഴുതിയിരിക്കുമല്ലോ. ദിസ് ബിൽഡിംഗ് വാസ് ഇനോഗറേറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മീനുട്ടി ഒരു സാധനം വാങ്ങിച്ച് ഒരാൾക്ക്. പക്ഷെ അതിൽ എനിക്കൊരു സംശയമുള്ളത്, ഇത് എവിടോ ഉദ്ഘാടനത്തിന് അവിടുന്ന് റാഞ്ച് ചെയ്താണ്. നമ്മളൊന്ന് മീനുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണം. കാണത്തില്ല. ഇത് എടുത്ത് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് ഇറങ്ങുമ്പോ കണ്ടോ അതിനും കുഴപ്പം. അങ്ങനെ ഒന്നല്ല. ഇത് ഞാൻ സത്യം കൊടുക്കുന്നു പറഞ്ഞാ കൊടുക്കുമല്ലേ? കൊടുക്കുന്നു പറയാനാണ് ബുദ്ധിമുട്ട്. അതെ, ഞാൻ പറയില്ല ഒരിക്കലും. തപ്സിക്കുട്ടി, എന്താ മോളൊരു ഫോൺ കോള് പ്രതീക്ഷിക്കാം മീനുട്ടിയുടെ. കാരണം ഒരു മോളെ ഒരു 2500 രൂപ എന്റെ അടുത്ത് പറയണേ മോളെ. മുഴുവില്ലെങ്കിലും പകുതിയെങ്കിലും കുറച്ച് ഷെയറെങ്കിലും ഇടാൻ പറയണം. നന്നായിട്ടുണ്ട്. എങ്ങനെ മോളെ ഇതെങ്ങനെ സംഭവിക്കും? പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഉടുപ്പിനൊരു ശാസ്ത്രമുണ്ട്. അതായത് എനിക്കൊരു കറുത്തയില് ഒരു പുള്ളിയുള്ള ഉടുപ്പുണ്ടായിരുന്നു വളരെ പണ്ട്. എന്നെ മദ്രാസിൽ നിന്ന് വാങ്ങിച്ച അത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഉടുപ്പാണ്. അത് ഇട്ടോണ്ട് പോയി ആദ്യത്തെ പ്രോഗ്രാം നടത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ആളും ജനവും കൈയിടൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് എല്ലാ പ്രോഗ്രാമിലും അന്ന് ഇതുപോലത്തെ വീഡിയോ ഒന്നും ഇല്ലല്ലോ. എല്ലാവരും എപ്പോഴെങ്കിലും ഗൾഫിൽ നിന്ന് വരുന്നവരൊരു ഫോട്ടോ എടുത്താലേ എത്ര ഉള്ളു. പക്ഷെ ഇത് തന്നെ മൊത്തം എനിക്ക് തോന്നുന്നു 2 വർഷം ഓട്ട വീഴുന്ന വരെ ഞാൻ ആ ഉടുപ്പിട്ട്. കാരണം രാശി ആ ഉടുപ്പിട്ട ഹിറ്റാ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അവസാനം അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു തുടങ്ങി, ഇന്നെങ്കിലും അത് ഷർട്ട്. കാരണം ഫോട്ടോ എടുക്കുന്നതിൽ ഓർക്കസ്ട്രക്കാര് കാണുന്നുണ്ടല്ലോ. ഷർട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടിയാ അല്ലെ എനിക്ക് തന്നെ തോന്നി. എനിക്ക് ഇതേപോലെ പോണിട്ടയില്, അയ്യോ പോണിട്ടയില് തലയിൽ ഇങ്ങനെ കെട്ടി വലിച്ചു കെട്ടി ഒരു ചുമന്ന കുങ്കുമം ഉണ്ട്. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ എല്ലാരും പറയും കണ്ട് കണ്ട് മടുത്തു. ആ പോണിട്ടയിലൊന്ന് മാറ്റിയൊന്നും തലമുടി ഒന്ന് അഴിച്ചിരുന്ന എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റും. ഇല്ല, ആ സമയമാകുമ്പോ വലിച്ചു കെട്ടി മോള് കെട്ടി പിന്നെ കുങ്കുമവും. ഇത് ചെയ്തില്ലെങ്കിൽ എന്തോ പറ്റുന്ന പോലെയാണ്. പഴയ ഫോട്ടോ എല്ലാം ഇങ്ങനെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.